ഹലോ ഫ്രണ്ട്സ്, വി ബ്രദേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതായത് എൻ്റെ ഗപ്പിക്കുഞ്ഞുങ്ങൾ എന്തോരം ഉണ്ട്, അതായത് എന്തൊക്കെ പേരുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഈ രീതിയിൽ കുറച്ച് ചെറിയ രീതിയിൽ ഗപ്പിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്നൊക്കെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ചെറിയ രീതിയിൽ പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാച്ച ഒരുപാട് ഇമ്പോർട്ടൻസ് ഗപ്പീസിനൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് ഗപ്പീസുകളൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല, പൈസ വേണം എല്ലാത്തിനും. പിന്നെ ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്കിന് പോകുന്നത്, നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതും കൂടി നമുക്ക് മൈൻഡപ്പ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, നിറയെ ഗപ്പിക്കുഞ്ഞുങ്ങൾ നോക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ വളർത്തുന്ന മെയിൻ, അതായത് പൈനാപ്പിൾ ഗപ്പിയാണത്. ഇത് ഞാൻ ആകെ മൊത്തം ഞാൻ മേടിച്ചത് ഒരു ആറ് അതായത് 6 എണ്ണം, അതായത് 3 പേരാണ് ഞാൻ മേടിച്ചത്. ആ 3 പേരിനെ വന്നിട്ട് ഞാൻ അതായത് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഇത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതും വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ഗപ്പിയാണ്. ഇതിൻ്റെ പേരൊക്കെ വ്യക്തമായിട്ട് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. അന്നൊരു ദിവസം കടയിൽ പോയി മേടിക്കുന്ന സമയത്ത് ഒരാൾ പേര് പറഞ്ഞു, എനിക്ക് അതിൻ്റെ കാര്യം ഓർമ്മ പോയില്ല. പക്ഷെ നല്ല ഒരു ഗപ്പിയാണിത്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അന്ന് മേടിക്കുന്ന സമയത്ത് 80 രൂപയെ പറ്റുമായിരുന്നു ജോഡി. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഞാൻ ചെയ്തതാണ്. അതായത് ഇതിൻ്റെ വന്നിട്ട് ഇതും അതേമാതിരി 3 പേരാണ് ഞാൻ മേടിച്ചത്, 6 എണ്ണം മേടിച്ചിട്ട് വന്നു. ആ 3 പേരാണ് ഇത്രയും പെറ്റ് വരിയിട്ട് കുറേ ആയിട്ട് ഇരിക്കുന്നത്. കുറേ ഉണ്ട്. ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നിറയാറുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ അതായത് ചെറിയ കുട്ടികളും ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട്. ഇതും വലിയ രീതിയിൽ നല്ല രീതിയിലാണ് വരുന്നത്. ഇത് നമ്മുടെ നാടൻ ഗപ്പിയാണിത്. ഈ കാണുന്നത് നമ്മുടെ നാടൻ ഗപ്പി. നാടൻ ഗപ്പി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലതും ഉണ്ട്. അതിൽ മിക്സ്ഡ് ഗപ്പി എന്ന് പറയാം, നമുക്ക് അങ്ങനെ പറയാം. ഇത് മിക്സ്ഡ് ഗപ്പിയാണ്. നമുക്ക് ഇതിൽ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ പാലക്കാട്ടിലൊരു സുഹൃത്ത്, ഒരു പരിചയക്കാർ കടക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-200 കിട്ടുമോ ഉണ്ട്. പക്ഷേ 200 ഉണ്ട്, പക്ഷെ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം കാര്യമാണ്. അപ്പോൾ കുറച്ചെണ്ണം കൊടുക്കണം പണ്ടാണ്. ആൾ കട ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, പുതിയൊരു കട ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണം. പഴയ കട പൊളിച്ചിട്ട് പുതിയ കട ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കൊടുക്കണം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് സൗകര്യങ്ങൾ വളരെ കമ്മിയായതുകൊണ്ടാണ്. സൗകര്യങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ പൈസൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ആ പൈസൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ അത് നിങ്ങൾക്ക് അതായത് ഗപ്പി ഫാമിംഗ് ആണെങ്കിൽ തന്നെ, മീനിൻ്റെ ഫാമിംഗ് എന്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പൈസ നമ്മൾ ഇടാതെ ചെയ്യുക, കുറച്ച് പൈസ ഇട്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കയ്യിൽ ഇടാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് രീതിയിൽ ഇങ്ങനെ ചെയ്തു പോകണം. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ കച്ചവടം നടക്കുന്നുണ്ട്. ഈ 2-3 പേരാണ് എൻ്റെ കയ്യിൽ ഗപ്പീസ് ഉള്ളത്. പിന്നെ ഹാഫ് ബ്ലാക്ക് ഉണ്ട്, പക്ഷെ അത് ഒരുപാടില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വീഡിയോയിൽ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പ്രാവശ്യം വീഡിയോ ഞാൻ ചിലപ്പോൾ ആ കടൻ്റെ പുതിയൊരു കട ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ കടയാണ്. ആ കടൻ്റെ ഓപ്പണിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആളുടെ അടുത്ത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഗപ്പീസുകൾ മേടിക്കാനുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് എങ്ങനെ മേടിക്കാമെന്നുള്ളത് പാലക്കാട്ടിൽ കാണുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ നിന്നത്. പിന്നെ നിങ്ങൾ കുറച്ചായി വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അടുത്ത പേരെ നിങ്ങൾക്ക് മേടിച്ച് വളർത്താനുള്ളൊരു ഇത് കിട്ടും, ധൈര്യം കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വളർത്തുക, ഒരുപാട് നഷ്ടങ്ങൾ വരുത്താതിരിക്കുക, നല്ല രീതിയിൽ വളർത്തുക. പിന്നെന്താ പറയുന്നത്, ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കമ്മിയാണ് എനിക്ക്. ഞാൻ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കമൻറ്റ് എല്ലാം ഞാൻ നോക്കുന്നുണ്ട്, അതിന് റീപ്ലൈ ഞാൻ അയക്കുന്നുമുണ്ട്. എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ദിവസം വൈകിട്ടൊക്കെ ആയിരിക്കും ഇവിടെ കാണുക. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഞാൻ കമൻറ്റിന് റീപ്ലൈ ഞാൻ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും പറയാം. ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വീഡിയോയിൽ മ്യൂസിക് മാത്രമേ കേൾക്കുന്നുള്ളൂ, സൗണ്ട് കേൾക്കുന്നില്ല പറഞ്ഞ്. ശരിയാണ്. ഞാൻ ഈ മൊബൈലിൽ തന്നെ എഡിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ക്ലിയറായിട്ട് കിട്ടാത്തത് കൊണ്ടാണ്.
ചിലതൊക്കെ എനിക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്, ചിലതൊന്നും കറക്റ്റായി കിട്ടുന്നില്ല. ഇനി പരമാവധി ഞാൻ അത് ശരിയാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണണം. ഞാൻ ഇതിനോട് ഈ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ടാണ് വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടാത്തത്. പക്ഷെ എന്നാലും അതിനെ പരമാവധി എന്നെക്കൊണ്ടാവുന്നതും ക്ലാരിറ്റിയായിട്ട് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി പൈസ ഇട്ട് ഇതിൽ തുടക്കക്കാർ ചെയ്യാതിരിക്കുക. തുടക്കത്തിൽ കുറച്ച് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ പൈസ ഇട്ട് ചെയ്യുന്നതാണ് എനിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണവരുണ്ട് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 6 മാസം 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശമൊക്കെ പഠിക്കാനുള്ള ഇത് കിട്ടും. പിന്നെ നമ്മൾ യൂട്യൂബിൽ കാണാം. പിന്നെ വേറെ ഇതിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലൂടെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഓക്കെ, ബൈ. Hey there. Subscribe to my channel. And also press this bell icon.